എല്ലാവരും വന്നോ? എല്ലാവരും വന്നില്ലേ? എല്ലാവരും വന്ന സ്ഥിതിക്ക് ഇന്ന് ഒരു ക്ലാസ് എടുക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് ഞാനല്ല, അന്തിമുക്ക് സാഗിയിലെ ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അന്തിമുക്ക് സാഗിയിലെ ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എല്ലാവരും കേൾക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടീച്ചർ. പിന്നെ ടീച്ചർ ഏത് വിഷയത്തിന് പോയാലും എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. എന്താണ് ഈ നമസ്കാരത്തിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ടീച്ചറിന് തന്നെ അറിയില്ല. എന്നായാലും ടീച്ചർ പറയും എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തുറന്ന വർഗീയത പറയുന്ന ടീച്ചറാണ്. ഈ എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്നതിൻ്റെ പകരം എല്ലാവർക്കും നടുവിരൽ നമസ്കാരം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ടീച്ചറെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യുന്നത് തന്നെ. ടീച്ചർ പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരലു കേട്ടാ. ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അറിയാലോ, വർഗീയത തന്നെ, അല്ലാതെ വേറെന്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ ഈ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ, അത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ടീച്ചറെ ഉദ്ദേശിച്ചിട്ടല്ല, അന്തിമൊക്കെ ശാഖയിലെ ശാഖ എടുക്കുന്ന ടീച്ചർ എന്ന് ഉദ്ദേശിച്ചാൽ മതി കേട്ടാ എല്ലാവരും. ഈ കലാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനുള്ള ഒരു സ്ഥലമാണ് അല്ലെ. സാഗ ടീച്ചർ നല്ലൊരു പോയിന്റ് പറഞ്ഞിരിക്കണം. എല്ലാവരും നോട്ട് ചെയ്തോളൂ. കലാലയം എന്ന് പറയുന്നത് പഠിക്കാനുള്ള ഒരു ആലയമാണ് എന്നാണ് ശാഖ ടീച്ചർ ഫസ്റ്റായിട്ട് നമുക്ക് തരുന്ന പാഠം. എല്ലാവരും നോട്ട് ചെയ്തോളൂ. അതില് അവിടെ ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു മതപരമായ കാര്യങ്ങളോ ഒന്നും തന്നെ നല്ലതിനല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പം ഒരു വീഡിയോ കണ്ടു. ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം, ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു സ്വരൂപ് എന്ന് പറയുന്ന അവർ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ നന്നായിട്ട് ആ അധ്യാപകനെ വിളിച്ചു സംസാരിച്ചു. അപ്പം അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. സാഗയിലെ ടീച്ചർ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണി. എന്താണെന്ന് നമുക്ക് അറിയാലോ അല്ലേ? ഒന്ന് കണ്ടിട്ട് വരെ. എന്തോ കാര്യപ്പെട്ട കാര്യമാണെന്നാണ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് വർഗീയത അത്ര തന്നെ. എന്നാലും കണ്ടോളേ. മാഷെ നമസ്കാരം. ജിതേഷ് മാഷല്ലേ? മേവണ്ട ഹൈസ്കൂൾ പ്രിൻസിപ്പൽ അല്ലേ? അതെ. എന്റെ പേര് സ്വരൂപ് എന്നാണ്. മേവണ്ടത്തിനാണ് സ്വദേശം. യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മാഷെ, ഞാൻ വിളിച്ചത് നാളെ നിങ്ങളുടെ ഉത്സവം നടക്കുക, യുവജനോത്സവം നടക്കുകയാണോ? രചനാ മത്സരം. അവിടെ നിങ്ങളുടെ ആ യുവജനോത്സവത്തിന്റെ പേര് ഇന്തിഫാദ എന്നാണോ? ഇന്തിഫാദ എന്നാണോ നിങ്ങൾ അതിന് പേര് കൽപ്പിച്ചിരിക്കുന്നത്? ഹലോ, അത് പറ്റില്ല മാഷെ. ഒരു എനിക്ക് അത്യാവശ്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു വിഷയമായിട്ടാണ്. ശരി, എത്ര മണിക്ക് വിളിക്കണം? അത് പറ്റില്ല മാഷെ. ഹലോ, കുഴപ്പമില്ല. ഒരു അഞ്ച് മിനിറ്റ് അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാഷെ വിളിക്കുന്നത്. ശരി, 9 മണി പറ്റത്തില്ല. എനിക്ക് അതിന്റെ കൃത്യമായ ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ശരി, ഓക്കെ. അമ്മായി, ഇതെന്താ സംഭവം? ഒന്നും അങ്ങോട്ട് വ്യക്തമാകണമല്ലോ. അതായത് ആ ഫോൺ ചെയ്ത ആള് ചാണകത്തിലെ പുഴുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ സ്കൂളിലെ ഹെഡ്മാഷ് അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചാണകത്തിലെ പുഴുവാണല്ലേ ഈ വിളിക്കുന്നത്, ശല്യമാണല്ലോ ഒരു ഉദ്ദേശത്തിലാണ് ഹെഡ്മാഷ് ഒഴിവാക്കിയത്. ഈ അമ്മായിയുടെ ചില വീഡിയോകളിൽ പറയണ്ടല്ലോ, നിർത്തി പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാകുള്ളൂ എന്ന്. അതേപോലെ അമ്മായെ ഒന്ന് തെളിയിച്ച് പറ, എന്താ സംഭവം പറ. അതായത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം, അതിന് 2024-25 എന്നുള്ള കലോത്സവത്തിന്റെ ഒരു പേര് ഇന്തിഫാദ എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് ഇവര് ചോദ്യം ചെയ്തത്, അതായത് ഈ സഹോദരൻ ചോദ്യം ചെയ്തത്. അപ്പൊ പ്രിൻസിപ്പാളിന് സമയവുമില്ല, പ്രിൻസിപ്പാളിന് മീറ്റിംഗ് ആണ് പോലും. ഈ മേമുണ്ടയിൽ തന്നെയല്ലേ നമ്മൾ പണ്ടത്തെ ഒരു വിഷയം, അതായത് ഈ ഭക്ഷണത്തിന്റെ ഒരു വിഷയം വന്നത് അല്ലെ, മേമുണ്ട സ്കൂളിൽ തന്നെയാണല്ലോ അല്ലെ. മതി മനസ്സിലായി. കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി കേട്ടാ അമ്മായെ. പിന്നെ സ്കൂളിലെ കലോത്സവത്തിനൊക്കെ പേര് വെക്കുന്നതൊക്കെ ആ സ്കൂളിലെ ഹെഡ്മാഷും പ്രിൻസിപ്പാലും അതിന് അധികാരപ്പെട്ട ആൾക്കാരല്ലേ തീരുമാനിക്കുക, അല്ലാതെ ചാണകത്തിലെ പുഴുക്കളാണോ സ്കൂളിലത്തെ കലോത്സവത്തിന് എന്ത് പേര് വെക്കണമെന്ന് തീരുമാനിക്കാൻ? അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുന്നത്, ആരെന്ത് തിന്നണം, ആരെന്ത് ഉടുക്കണം, ആരെന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നീയാണോ, സംഘി മിത്രങ്ങളാണോ?
പറഞ്ഞറികളെ. സ്കൂൾ പ്രിൻസിപ്പളെ വിളിച്ചു. പക്ഷേ പ്രിൻസിപ്പള് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി അറിയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സ്കൂളിലെ പ്രിൻസിപ്പാൽ ഒഴിഞ്ഞു മാറിയത് എന്തുകൊണ്ടറിയോ? അത് വേറൊന്നല്ല, സംഗീതീട്ടങ്ങള് കുറെ ചാണകത്തിലെ പുഴുക്കളാണല്ലോ വിളിക്കണത്. ഈ വരനാറികളുടെ അടുത്തൊക്കെ ആര് മറുപടി പറയാൻ? നിങ്ങൾക്ക് ഒരിടത്ത് ഒരു വിലയില്ല എന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഒരു സ്കൂൾ ഒരു പ്രിൻസിപ്പാല് പോലും നിങ്ങളെ മൈൻഡ് ചെയ്യണില്ല. ഇതിന് വലിയ മുട്ട വിഷയമായിട്ട് ഇങ്ങനെ പറയാനൊന്നും മാത്രം ഒരു തേങ്ങയില്ല. എന്നിട്ട് പറ ബാക്കി അമ്മായി കേൾക്കാം, നല്ല രസമുണ്ട് എന്തായാലും പറ. എന്താണ് ഇന്തിഫാദ? പാലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തില് ഹമാസ് തീവ്രവാദികൾ ഉപയോഗിക്കപ്പെട്ട ഒരു പേരാണ് ഇന്തിഫാദ. എന്തിന് നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങളിൽ, നാട്ടിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരമൊരു പേര് ഇത്തരം ചില ആളുകൾ മുന്നോട്ട് വെക്കുന്നത്? അപ്പൊ ഹമാസിന്റെ പേര് വെച്ചൊന്നോ ഹമാസുമായിട്ട് എന്തോ ബന്ധത്തിലുള്ള ഒരു പേര് വെച്ചതാണ് ഇപ്പോ ഈ ചാണകത്തിലെ പുഴുക്കൾക്ക് ആകെ ഒരു പ്രശ്നം. പിന്നെ നിങ്ങളുടെ ഓസാനത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് പേര് വെക്കാൻ ഈ കേരളം മൊത്തം ചാണകപ്പുഴുക്കളാണോ ജീവിച്ചിരിക്കുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞറികളെ, ആ പേര് നമുക്ക് വേറൊരു ലെവലിൽ പേര് വെച്ചാലോ? ചാണകത്തിലെ പുഴുക്കൾ, അല്ലെങ്കിൽ ഉണക്കാനിട്ട കാവിക്കോണകം, എങ്ങനെ ഉണ്ടാവും? എടുത്തോണ്ട് വന്ന് പൊക്കി പിടിച്ചോണ്ട് വെക്കുക. ഹമാസിന്റെ വിഷയം തന്നെ നമുക്ക് എടുക്കാം. ഈ ഹമാസിന്റെ വിഷയങ്ങളിൽ കേരളക്കാരാണ് കൂടുതലായിട്ട് ഇടപെട്ടത്. കേരളത്തിൽ ഒരു ഹർത്താൽ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംഗിനി ഹമാസിന്റെ കാര്യത്തിൽ അത് നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ് ചേട്ടാ. ബുദ്ധിയുള്ള ചോറ് തിന്നുന്ന നല്ലവരായ എല്ലാ മനുഷ്യന്മാരും ഹമാസിന് സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഹമാസിന് സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന, ഹമാസിലെ കുട്ടികൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിരിച്ചു കാണിക്കുന്ന പരനാറികളായ സംഘികളെ, നിന്റെ സംഘി കോണകത്തിന്റെ സപ്പോർട്ട് ഹമാസിന് ആവശ്യമില്ല. പരനാറികളെ, കേരളത്തിൽ തന്നെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പലിനെയോ ഹെഡ്മാസ്റ്ററിനെ വിളിച്ചപ്പോൾ പോലും 10 പൈസന്റെ വില തന്നിട്ടില്ല. ആ ഫോൺ കോളൊന്നും അറ്റൻഡ് ചെയ്തിട്ട് മര്യാദക്ക് വർത്താനം പറഞ്ഞിട്ടില്ല സംഗീതീട്ടങ്ങളെ നിങ്ങളോട്. പിന്നെ നിങ്ങളുടെ ഈ ആനംകൂട്ടിലെ സപ്പോർട്ട് ഹമാസിന് ആവശ്യമില്ലടോ. പറഞ്ഞറികളെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ ഹമാസിനെ? ഇതാണ്. അതുപോലെ തന്നെ ഈ ഹമാസ് ഇസ്ലാമിക ഭീകരൻ, അതായത് ആരാ മരിച്ചത്? യാഹിയ സിൻവറിനെ ഇസ്രായേൽ വധിച്ചതായിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമേ ഹർത്താൽ ഉണ്ടാവും, വേറെ എവിടെയും ഉണ്ടാവില്ല. കാരണം കേരളമാണ് ഇവറ്റകൾക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത്. ഉണ്ടാവുള്ളൂ, കേരളത്തിൽ മാത്രമേ ഹർത്താൽ ഉണ്ടാവുള്ളൂ. അത് കണ്ടിട്ട് നിനക്ക് എന്താ കുരുവിട്ട് ഒലിക്കുന്നുണ്ടോ? അതെവിടെയെങ്കിലും ചൊറിച്ചിലെടുക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് മാറി നിന്ന് നന്നായി കയറിയാണ് ചൊറിഞ്ഞാളാ കേട്ടില്ലേ? പരനാർച്ചി ഹമാസ് ജനത മരണപ്പെട്ടപ്പോ ആ മയ്യത്തിന്റെ അകത്ത് ബോംബ് വെച്ചിട്ട് ഹമാസ് ജനതയെ കൊല്ലാൻ ശ്രമിച്ച പരനാറികളായ നാറികളുണ്ടല്ലോ, ആ നാറികൾക്ക് സപ്പോർട്ട് ചെയ്യാണല്ലോ പരനാറികളെ. നിങ്ങളെ ഈ തീട്ടങ്ങളെ പോയി സപ്പോർട്ട് ചെയ്യും. ഹമാസിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യാനേ നല്ല മനുഷ്യന്മാരുണ്ട്. ചാണകത്തിന്റെ ആവശ്യമില്ല പരനാറികളെ. സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ളത്, വിദ്യ അഭ്യസിക്കാനുള്ളതാണ്, വിദ്യ ആഭാസത്തിനുള്ളതല്ല. അപ്പൊ രണ്ടാമത്തത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കലാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല ഉണ്ടാക്കലല്ല. എന്റെ പര പൊന്നെ ചാണക അമ്മായി, ഇപ്പൊ നീ പഠിപ്പിച്ച പാഠമുണ്ടല്ലോ, അത് അന്തിമൊക്കെ ശാഖയിൽ കാക്കി നിക്കലോട്ടിട്ട് ശാഖ എടുക്കാൻ നിൽക്കുന്ന ചാണകത്തിലെ പുഴുക്കളായ സംഘികൾ ഉണ്ടാകും. ആ സംഘികളോട് ക്ലാസ് എടുത്തു കൊടുക്കേ. ഈ ക്ലാസ് ഇവിടെ ചെലവാകില്ല. കലാലയം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ അവരെ പോയി പഠിപ്പിക്കേ ശാഖയില്. മനസ്സിലായോ? ആഷിഫ എന്ന് പറയുന്ന 6 വയസ്സായ ഒരു പെൺകുട്ടിയെ 5-6 സംഘികൾ ചേർന്നിട്ട് ഒരു അമ്പലത്തിനകത്ത് വെച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയോ വളരെ കൊടീരമായിട്ട് പീഡിപ്പിച്ചു കൊന്നു. അതും ഒരു കലാലയത്തിലെ വിദ്യാർത്ഥിയാണ് ഈ ആഷിഫ എന്ന് പറയുന്ന പെൺകുട്ടിയും. എന്തേ നീ അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളെയൊക്കെ പേടിച്ചിട്ട്, സംഖ്യകളെ പേടിച്ചിട്ട് നാട്ടുകാർക്ക് പശുവിനും ആടിനും ഒഴിഞ്ഞ പറമ്പിൽ കെട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങ് കയറി ഉണ്ടാക്കി കൊടുക്കുക. പശുവാണെന്ന് പോലും നോക്കണില്ല. അതെ, പശുവാണ്, അത് ആടാണ്, അത് മിണ്ടാപ്രാണികളാണ്, അവരെയൊന്നും നമ്മൾ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ സംഘികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അമ്മായി. അല്ലാതെ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കലല്ല വേണ്ടത് അമ്മായി. പരനാറി അമ്മായി, അത് ചെയ്യാദ്യം. വർഗീയതയല്ല, ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നു. ശരി അമ്മായി, ശക്തമായിട്ട് പോയി പ്രതികരിക്ക്. നന്നായി ശക്തി എടുത്ത്
അമുത്തി മുഖ്യ അങ്ങ് പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബാക്കിന്ന് പോകാതൊക്കെ നോക്കുക. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തികേടാകണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. മൂല പോയി ഇരുന്ന് പ്രതികരിച്ചാ